നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. 2024 സിനിമാ ലോകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ബാഹുൽ രമേശ് തിരക്കഥ രചിച്ച് ദിൻജിത്ത് അയ്യത്താൾ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, അശോകൻ എന്നിവരായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ചിത്രം ആ വർഷത്തെ വലിയ സാമ്പത്തിക വിജയവും നിരവധി നിരൂപക പ്രശംസയും നേടി. 2025 ഇതേ കഥാകൃത്തും ഇതേ സംവിധായകനും ഒരുമിച്ച് ചേർന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം എക്കോയുടെ വിശേഷത്തിലേക്ക്. എക്കോ എന്ന സിനിമയുടെ പേരിന്റെ സവിശേഷത നമ്മൾക്കൊന്ന് പരിശോധിക്കാം. എന്താണ് എക്കോ? എക്കോ ഒരു സംസ്കൃത വാക്കാണ്. രണ്ടല്ലാത്ത ഒന്ന് എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നോ അതിലധികമോ, എന്നാൽ രണ്ടല്ല താനും. എന്താണ് ഈ ഒരു വാക്കും സിനിമയും തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചാലോ? ബാഹുൽ രമേശിന്റെ സിനിമകളിലൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ചില ആനിമൽ പ്രസൻസ് കാണാം. കിഷ്കിന്ധാകാന്ഡത്തിൽ കുരങ്ങായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ രചനയിൽ പുറത്തു വന്ന കേരള ക്രൈം ഫയൽസിൽ അത് നായയായിരുന്നു. എന്നാൽ തിരിച്ച് നമ്മുടെ എക്കോയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആനിമൽ നായ തന്നെയാണ്. അതും മലേഷ്യൻ ബ്രീഡായ നായയെ. എന്താണ് മലേഷ്യൻ ബ്രീഡായ നായകളുടെ സവിശേഷത എന്ന് നിങ്ങൾക്കറിയാമോ? മലേഷ്യൻ ബ്രീഡായ നായകൾക്ക് എല്ലാവരോടും സ്നേഹവും കരുതലുമൊക്കെ ഉണ്ടെങ്കിലും അവ ഒരാളെ മാത്രമേ തന്റെ യജമാനനായിട്ട് കണക്കാക്കുകയുള്ളൂ. ആ യജമാനന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് മലേഷ്യൻ നായകൾ. ഇനി സിനിമയും നായയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കണമെങ്കിൽ അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുന്ന ഒരു കാര്യമാണ്. കാരണം സിനിമയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും സിനിമയും തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പ്രാധാന്യം ഈ നായകൾക്കുണ്ട്. ഇൻഫിനിറ്റി ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന ടാഗ്ലൈൻ പോലെ തന്നെ കുര്യച്ചനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സന്ദീപ് പ്രദീപ്, ബിനു പപ്പു, വിനീത്, അശോകൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സൂരജ് GS. ചിത്രത്തിന്റെ സംഗീത സംവിധാനം മുജീബ് മജീദ് എന്നിവരാണ്. ഇനി ചിത്രത്തിലെ വിശേഷങ്ങളിലേക്ക്. എന്തോ ഒരു പേര് പറയാറുണ്ട്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റോട്ട്വൈലർ ഉണ്ടായിരുന്നു. കഥ നടക്കുന്നത് കേരള കർണാടക അതിർത്തിയിലെ ഒരു മലമ്പ്രദേശത്താണ്. അവിടേക്ക് കുര്യച്ചനെ തേടി ഒരു വ്യക്തി എത്തുന്നത് മുതൽ സിനിമ നമ്മളോട് സംവദിച്ചു തുടങ്ങും. പതിയെ പതിയെ നമ്മളും സിനിമയിൽ അലിഞ്ഞു ചേരും. പിന്നീടാണ് നമ്മൾ നായക കഥാപാത്രമായ പീയൂഷിനെ പരിചയപ്പെടുത്തുന്നത്. ഒറ്റയ്ക്കായി പോയ അമ്മയെ നോക്കാൻ വേണ്ടി മകൻ ഏർപ്പാടാക്കിയ ജോലിക്കാരനാണ് പീയൂഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ മലേഷ്യൻ ബ്രീഡ് നായകളെ പോലെ തന്നെ തന്റെ യജമാനനോട് ഏറെ കൂറുള്ള ഒരു വ്യക്തിയാണ് പീയൂഷ്. യജമാനന് വേണ്ടി എന്തും ചെയ്യാനും എന്തിനും പ്രാപ്തനായ വ്യക്തി. സന്ദീപിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം തന്നെയാണ് പീയൂഷ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ നോട്ടത്തിലും ഭാവത്തിലും ചിരിയിലും ചിന്തയിലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്വേഷണം, കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ എന്നിങ്ങനെ സിനിമ പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ലൈവായിട്ടും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുമാണ് അവരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2025 ഏറ്റവും മനോഹരമായ സിനിമ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന സിനിമ. എഴുത്തിന്റെയും അഭിനയത്തിന്റെയും മികവിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എക്കോ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച മറ്റൊരു ചിത്രത്തിന്റെ മറ്റൊരു വിശേഷവുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ വിനീത് സുധാകർ. നന്ദി, നമസ്കാരം.